ഈ 5 അപൂർവ പ്രതിഭാശാലികളെ നോക്കിവെച്ചോളൂ. പീറ്റർ തീൽ, അലക്സ് കാർപ്പ്, നഥാൻ ഗെറ്റിങ്സ്, ജോൺ ലോൺസ്ഡേൽ, സ്റ്റീഫൻ കോഹൻ. ഭൂമിയുടെ അച്ചുതണ്ട് ഊരിയെടുത്ത് കാലിഫോർണിയയിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ പറഞ്ഞാൽ അതും ചെയ്തേക്കാവുന്നത്ര ശേഷിയും വൈഭവവുമുള്ള 5 പേർ. ഇവരാണ് പലാൻഡിർ ടെക്നോളജീസിന്റെ സ്ഥാപകർ. കാലിഫോർണിയയിലെ പാലോ ആൾട്ടോയിൽ 2003 മെയ് 15 $30 മില്യൺ മൂലധനവുമായി ആരംഭിച്ച പലാൻഡിർ ടെക്നോളജീസ് ഇന്നറിയപ്പെടുന്നത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലുതും നിഗൂഢവുമായ കമ്പനി എന്നാണ്. ഈ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്ന 2025 ഒക്ടോബറിൽ $365 ബില്യൺ ഈ കമ്പനിയുടെ മൂല്യം. 30 ലക്ഷം കോടി ഇന്ത്യൻ രൂപ. ഇത്രയും പണം മൂല്യം വരാൻ മാത്രം എന്താണ് ഇവർ ചെയ്യുന്നത്? ഏത് ഉൽപ്പന്നമാണ് ഇവർ വിൽക്കുന്നത്? ആരാണ് ഇവരിൽ നിന്നും വാങ്ങുന്നത്? നമുക്കിടയിൽ ഇവരുണ്ടോ? പലാൻഡിറിന്റെ പ്രൊഡക്റ്റ് ഉണ്ടോ? ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്ന കഥയെ ഭയാനകമായൊരു മുത്തശ്ശി കഥയാക്കുന്നത്. ലോകം ഒരു ഡാറ്റ പ്രളയത്തിൽ നീന്തുകയാണ്. ഓരോ ക്ലിക്കിലും, ഓരോ ഡിജിറ്റൽ ഇടപാടിലും, ഓരോ ഫോൺ കോളിലും മനുഷ്യർ സൃഷ്ടിക്കുന്നത് അനന്തകോടി ബൈറ്റ് ഡാറ്റയും. ഈ പ്രവാഹം നിയന്ത്രിക്കുന്നത് ആരാണ്? പൗരന്റെ സ്വകാര്യതയുടെ, രാജ്യങ്ങളുടെ സുരക്ഷയുടെ, മനുഷ്യരാശിയുടെ തന്നെ ഭാവിയുടെ താക്കോൽ ആരുടെ കൈകളിലാണ്? അത് തീരുമാനിക്കുന്ന കമ്പനിയാണ് പലാൻഡിർ. ഒറ്റവാക്കിൽ അവരൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അവരുടെ ചില സ്പെഷ്യൽ ക്ലയൻസിന് വേണ്ടി സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്ന കമ്പനി. എന്നാൽ ആരാണ് അവരുടെ ക്ലയൻസ് എന്നോ എന്തൊക്കെയാണ് ആ ക്ലയൻസ് പലാൻഡിറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നോ ലോകത്തിനറിയില്ല. ലോകത്തിലെ ഏറ്റവും ശക്തരായ ഭരണകൂടങ്ങളും രഹസ്യാന്വേഷണ ഏജൻസികളും വൻകിട കോർപ്പറേറ്റുകളും പലാൻഡിറിന്റെ ക്ലയന്റുകളാണ്. പലാൻഡിർ ഇതുവരെ പുറത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. തങ്ങൾ വിവിധ രാജ്യങ്ങളുടെ സൈനിക യൂണിറ്റുകൾക്ക് ശത്രുവിൻ്റെ യുദ്ധനീക്കങ്ങളുടെ ഡാറ്റ നൽകുന്നവരാണ്. ലോകത്തിലെ വിവിധ പോലീസ് സേനകൾക്ക് അടുത്ത കുറ്റകൃത്യം എവിടെ, എപ്പോൾ, എങ്ങനെ നടക്കുമെന്ന് പ്രവചിച്ച് നൽകുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കി നൽകുന്നവരാണ്. തങ്ങൾ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താൻ സഹായിക്കുന്ന ഡാറ്റാബേസ് ഉണ്ടാക്കുന്നവരാണ്. ലോകത്തെ നടുക്കിയ തീവ്രവാദ കേസുകൾ തെളിയിക്കുന്ന ഗോഥം, ഫൗണ്ടറി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കിയത് തങ്ങളാണ്. അങ്ങനെ ഉപരിതലത്തിൽ മാത്രം സ്പർശിക്കുന്ന അല്പം കാര്യങ്ങളാണ് പലാൻഡിർ ടെക്നോളജീസ് അതിൻ്റെ ബാലൻസ് ഷീറ്റുകളുടെ ആമുഖമായി പറഞ്ഞിരിക്കുന്നത്. പലാൻഡിർ നമ്മുടെ ജീവിതത്തെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന ഇൻഫർമേഷൻ്റെയും ഡാറ്റയുടെയും ഒരു ബ്ലാക്ക് ബോക്സ് ആണോ? അതോ അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ ലോകത്തെ സഹായിക്കുന്ന അദൃശ്യ രക്ഷകനോ? അവർ നമ്മുടെ ലോകത്തെ എങ്ങനെയാണ് പുനർനിർമ്മിക്കുന്നത് എന്ന് പരിശോധിക്കാം. കാരണം അവർ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നിരീക്ഷിക്കാൻ തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 2001 സെപ്റ്റംബർ 11 ന്യൂയോർക്കിലെ ഇരട്ട ഗോപുരങ്ങൾ തകർക്കപ്പെട്ടു. അതിന്റെ പുകപടലങ്ങൾ അടങ്ങുന്നതിന് മുൻപേ ലോകത്ത് പല കാര്യങ്ങളും എന്നേക്കുമായി മാറി. അതിലൊന്നായിരുന്നു അമേരിക്കയുടെ മുസ്ലിം തീവ്രവാദത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ആഭ്യന്തര സുരക്ഷാ നയം. അതുവരെ പോറ്റി വളർത്തിയ പല തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും അമേരിക്കയ്ക്ക് സ്വന്തം നിലനിൽപ്പിനും സുരക്ഷയ്ക്കും വേണ്ടി തള്ളിക്കളയേണ്ടി വന്നു. അപകടങ്ങളും ആക്രമണങ്ങളും കൃത്യമായി മുൻകൂട്ടി കാണാനും പ്രവചിക്കാനുമെല്ലാം CIA-യും FBI-യും DA-യും ഒന്നും പോരെന്നും അമേരിക്കൻ സുരക്ഷാ വിദഗ്ധർക്ക് മനസ്സിലായി. സാങ്കേതിക വിദ്യയാണ് ഭാവി. പിറ്റേ വർഷം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഒരു വലിയ ബജറ്റ് അലോക്കേഷൻ അനുവദിക്കപ്പെട്ടു. ഏതാണ്ട് 5000 കോടി രൂപ വരെ മൂല്യമുള്ള ബജറ്റ് അലോക്കേഷൻ. വലിയ ടെക് കമ്പനികളെ വിലക്കെടുക്കുക, സാങ്കേതിക വിദ്യയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ മോഡലുകൾ ഉപയോഗിച്ച് തീവ്രവാദം അവസാനിപ്പിക്കുക. അതിനുവേണ്ടിയായിരുന്നു ആ 5000 കോടി രൂപ. 2002 സാമ്പത്തിക വർഷത്തിൽ ഈ 5000 കോടി രൂപ അമേരിക്കൻ സുരക്ഷാ ബജറ്റ് ഹെഡിൽ നോ സ്പെൻഡ് അല്ലെങ്കിൽ ചിലവാക്കാൻ സാധിക്കാത്ത തുകയായി വിശ്രമിച്ചു. കാരണം ആ തുക ക്ലെയിം ചെയ്യാൻ സാധിക്കുന്ന കമ്പനികൾ ആ സമയത്ത് സിലിക്കൺ വാലിയിൽ ഇല്ലായിരുന്നു. .com ബബിൾ തകർന്ന് സിലിക്കൺ വാലി യാഥാർത്ഥ്യബോധത്തിലേക്ക് തിരിച്ചു വരുന്ന സമയമാണ്. ഭ്രാന്തൻ പദ്ധതികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കുമായുള്ള ഫണ്ടുകളെല്ലാം നിലച്ചിരുന്നു. കമ്പനികളെല്ലാം പുതിയ ഗൂഗിളും യാഹൂവും ഉണ്ടാക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയം. അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾക്ക് വേണ്ടി സ്പൈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും 5000 കോടി രൂപയിൽ ഒരു പങ്ക് അവകാശപ്പെടാനും ആരുമെത്താതെ 1.5 വർഷം കടന്നുപോയി. അമേരിക്കൻ ബജറ്റിൽ ഇങ്ങനെയൊരു തുക ചിലവാക്കാതെ കിടക്കുന്നുണ്ടെന്ന് 2002 അവസാനത്തിൽ മറ്റൊരാൾ കണ്ടെത്തി. കോടീശ്വരനായ പീറ്റർ തീൽ, പേപ്പാളിന്റെ സഹസ്ഥാപകൻ. പേപ്പാളിൽ നിന്ന് സാക്ഷാൽ എലോൺ മസ്കിനെ എടുത്ത് പുറത്തു കളഞ്ഞ് CEO ആയ പീറ്റർ തീൽ, ബുദ്ധിരാക്ഷസൻ. അദ്ദേഹം CIA-യിലും FBI-യിലും നേതൃതലത്തിൽ പ്രവർത്തിച്ചിരുന്ന മുൻ ഡയറക്ടർമാരെയും തലവന്മാരെയും എല്ലാം കണ്ടു. എന്തുകൊണ്ടാണ് 9/11 ആക്രമണം അമേരിക്കക്ക് തടയാൻ സാധിക്കാതിരുന്നത്? അദ്ദേഹം ചോദിച്ചു. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ കൈവശം അക്രമകാരികളുടെ ഫോൺ രേഖകൾ, യാത്രാ വിവരങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിങ്ങനെ ഒരുപാട് വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അടുത്ത ആക്രമണം തടയാൻ തക്ക വേഗത്തിൽ അവർക്ക് ആ വിവരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ സാധിച്ചില്ല. അതായിരുന്നു പീറ്റർ തീലിന് ചാരസംഘടനയുടെ മുൻ ഡയറക്ടർ നൽകിയ മറുപടി. ഒരു ഫിലോസഫറുടെ ക്ഷമയും ചെസ് കളിക്കാരന്റെ മനസ്സുമുള്ള കോടീശ്വരനാണ് പീറ്റർ തീൽ. വെറുതെ പണമുണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. താൻ ചെയ്യുന്ന കാര്യം മറ്റാർക്കും മുമ്പ് ചെയ്യാൻ സാധിക്കാതിരുന്നതാകണമെന്ന് പീറ്റർ തീലിന്റെ നിർബന്ധമുണ്ട്.
ഇവിടെ എന്താണ് ആവശ്യം? അമേരിക്കൻ സർക്കാരിൻ്റെയും ചാരസംഘടനകളുടെയും കൈവശം തീവ്രവാദികളുടെയും ക്രിമിനലുകളുടെയും ഡാറ്റയുണ്ട്. എന്നാൽ ഇത് കൃത്യമായി അനലൈസ് ചെയ്യാനോ കമ്പൈൽ ചെയ്യാനോ നിഗമനങ്ങളിലും പ്രവചനങ്ങളിലും എത്താനോ ആവശ്യമുള്ള ശക്തമായ സോഫ്റ്റ്വെയറുകളില്ല. എങ്കിൽ ഞാൻ അത്തരത്തിലൊന്നും ഉണ്ടാക്കാൻ പോകുന്നു. അമേരിക്കൻ രഹസ്യാന്വേഷണ വിദഗ്ധരുടെ ആ പാർട്ടിയിൽ പീറ്റർ തിൽ പ്രഖ്യാപിച്ചു. ചെറുചിരിയോടെ എല്ലാവരും അതിന് ടോസ്റ്റ് പറഞ്ഞു. പിറ്റേന്നു മുതൽ പീറ്റർ തിൽ പ്രവർത്തന നിരതനായി. അദ്ദേഹം പേപ്പാലിലേക്ക് തന്നെയാണ് നോക്കിയത്. അന്നും ഇന്നും പേപ്പാലിന്റെ യഥാർത്ഥ ശക്തി പണമിടപാടുകളുടെ എണ്ണമോ വലിപ്പമോ അല്ല, മറിച്ച് ഇടപാടുകൾക്ക് നൽകുന്ന സുരക്ഷയാണ്. കോടിക്കണക്കിന് ബൈറ്റ് ഡാറ്റ വിശകലനം ചെയ്ത് പാറ്റേണുകൾ തിരിച്ചറിയാനുള്ള കഴിവ് പേപ്പാലിന്റെ കോഡിനുള്ളിൽ തന്നെയുണ്ട്. ഇടപാടുകളിൽ തട്ടിപ്പുകൾ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ മണത്തറിയാൻ കഴിവുള്ള അൽഗോരിതങ്ങൾ. യഥാർത്ഥ സാമ്പത്തിക കുറ്റവാളികളെ ജയിലിൽ നിന്നും തങ്ങളുടെ ലാബിലെത്തിച്ച് പേപ്പാളിലെ വിദഗ്ധർ തയ്യാറാക്കിയ അൽഗോരിതങ്ങൾ. കുറ്റവാളികളെപ്പോലെ ചിന്തിക്കാൻ പഠിച്ച പാറ്റേൺ കോഡുകൾ. പേപ്പാളിലെ ഈ ഒന്നാംകിട ഡാറ്റ സുരക്ഷാ സംവിധാനം രാജ്യരക്ഷയ്ക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ മാറ്റാനാകില്ലേ എന്നായിരുന്നു പീറ്റർ തീലിന്റെ ചിന്ത. തീവ്രവാദികൾ ആക്രമണത്തിന് തയ്യാറെടുക്കും മുമ്പ് അവരെ കണ്ടെത്താൻ സഹായിക്കുന്ന ഡാറ്റ അനാലിസിസ് പ്ലാറ്റ്ഫോം സാധ്യമാക്കാവുന്നതേയുള്ളൂ. പീറ്ററിന്റെ ആലോചന ആ വഴിക്ക് പോയി. ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സ്വകാര്യ കമ്പനിയുടെ കോഡ് ഉപയോഗിക്കുക എന്നത് വിപ്ലവകരമായ നിരവധി എതിർപ്പുകൾ വിളിച്ചു വരുത്തുന്ന ആശയമാണ്. സെനറ്റിലും കോൺഗ്രസിലുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെങ്കിലും തീലിന് അത് അനിവാര്യമായി തോന്നി. ഡാറ്റയിൽ ലോകം മുങ്ങിപ്പോവുകയാണ്. അതെങ്ങനെ വായിച്ചെടുക്കണമെന്നോ അനലൈസ് ചെയ്യണമെന്നോ സർക്കാരുകൾക്ക് ഒരു പിടിയുമില്ലായിരുന്നു. ഈ ആശയം ഒരു യഥാർത്ഥ കമ്പനിയായി വളർത്താൻ ഒരാളെ അദ്ദേഹത്തിന് അത്യാവശ്യമുണ്ടായിരുന്നു. ഫിലോസഫിയിലും ടെക്നോളജിയിലും ഒരുപോലെ നീന്താൻ മടിയില്ലാത്ത ഒരാളെ. സ്റ്റാൻഫോർഡ് ലോ സ്കൂളിലെ തീലിന്റെ പഴയ സഹപാഠി അലക്സ് കാർപ്പിനെ. സോഷ്യൽ തിയറിയിൽ PhDയും കാടുപിടിച്ച ചുരുണ്ട മുടിയുമുള്ള സിലിക്കൺ വാലി CEO ആയിരുന്നു അലക്സ് കാർപ്പ്. അന്ന് അദ്ദേഹം ലണ്ടൻ ആസ്ഥാനമായുള്ള VC ഫേമായ സീഡ്മൺ ഗ്രൂപ്പിന്റെ സ്ഥാപക CEO ആണ്. ഇരുവരും ലണ്ടനിൽ വെച്ച് പരസ്പരം കണ്ടു. പീറ്റർ തീലിനോട് പുതിയ സംഭവത്തിന്റെ കോഡിനെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ അലക്സ് കാർപ്പ് ഉന്നയിച്ചത് ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. മനുഷ്യരുടെ സ്വകാര്യത നശിപ്പിക്കാതെ ഡാറ്റയ്ക്ക് ജീവനുകൾ രക്ഷിക്കാൻ കഴിയുമോ എന്ന പോലുള്ള വലിയ ചോദ്യങ്ങൾ അദ്ദേഹം ആദ്യമേ ചോദിച്ചു. കഴിയും. അതോടൊപ്പം അമേരിക്ക ദേശീയ സുരക്ഷയ്ക്കും സ്പൈ സോഫ്റ്റ്വെയറുകൾക്കും വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന 5000 കോടി രൂപയും നമുക്ക് നേടാൻ സാധിക്കും, പീറ്റർ തിൽ മറുപടി പറഞ്ഞു. എന്തായാലും ഈ കൂടിക്കാഴ്ചയോടെ പീറ്റർ തീലിന്റെ പുതിയ സംരംഭത്തിന്റെ മനസാക്ഷിയായി അലക്സ് കാർപ്പ് മാറി. അടുത്തതായി അവർ കമ്പനിയുടെ ഒന്നാംതര ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സംഘടിപ്പിക്കാനുള്ള പണി തുടങ്ങി. നേഥൻ ഗേറ്റിംഗ്സ് ആണ് ആദ്യം റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. അത് പീറ്റർ തീലിന്റെ സജഷനായിരുന്നു. പേപ്പാലിന്റെ എഞ്ചിനീയറിംഗ് ടീമിലെ ശാന്തനായ ഒരു പ്രതിഭ. അദ്ദേഹം പലന്തീറിന്റെ ടെക്നിക്കൽ വിഭാഗത്തിന്റെ തലച്ചോറായി മാറി. ബിസിനസ് ഡ്രൈവും നെറ്റ്വർക്കിംഗ് വൈദഗ്ധ്യവും സമന്വയിപ്പിച്ച പ്രതിഭയായ ജോൺ ലോൺസ്ഡേൽ ആണ് അടുത്തതായി വന്നത്. സ്റ്റാൻഫോർഡിൽ നിന്നുള്ള കോഡിംഗ് ഇതിഹാസം സ്റ്റീഫൻ കോഹൻ പിന്നാലെ എത്തി. ലോകത്തിന്റെ ഡാറ്റ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നതിൽ 10 ചുവടുകൾ മുന്നോട്ട് ചിന്തിക്കുന്ന തലച്ചോറാണ് സ്റ്റീഫൻ കോഹന്റേത്. 5 മനസ്സുകൾ ഒരുമിച്ച് ചേർന്നു. ഒരൊറ്റ ദൗത്യം. സർക്കാരുകളെ ഒരു ബിഗ് ബ്രദർ ആക്കാതെ ഡാറ്റയുടെ സമുദ്രത്തിൽ മറഞ്ഞിരിക്കുന്ന പാറ്റേണുകൾ തിരിച്ചറിയാൻ അവരെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുക. അങ്ങനെ 2003 മെയ് 15 പലാൻഡിർ ടെക്നോളജീസ് പിറന്നു. ടോൾക്കിന്റെ ലോർഡ് ഓഫ് ദ റിംഗ്സ് നോവൽ ത്രയത്തിന്റെ കടുത്ത ആരാധകനായ പീറ്റർ തീലാണ് പലാൻഡിർ എന്ന പേര് നിർദ്ദേശിച്ചതും. ടോൾക്കിന്റെ ഇതിഹാസ കഥയിൽ പലാൻഡിർ എന്നാൽ വളരെ ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ സോറോൺ, സറുമാൻ, ഡെനിത്തോർ, അരഗോൺ എന്നിവർ ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ ഗോളങ്ങളാണ്. ഈ ഗോളങ്ങൾ നൽകുന്ന ദൂരക്കാഴ്ചകൾക്ക് മറ്റൊരു അപകടവുമുണ്ട്. ഇതിലൂടെ നോക്കുന്ന ആരെയും മറ്റുള്ളവർക്കും കാണാൻ സാധിക്കുമായിരുന്നു. അത് എത്ര ഒളിച്ചിരുന്നാലും. ഏറ്റവും അനുയോജ്യമായ പേര്. അറിവിന്റെയും അതിന്റെ അപകടങ്ങളുടെയും ഒരു ഉപകരണം. പ്രചോദനം നൽകുന്നതെങ്കിലും ഭയമുണ്ടാക്കുന്ന ഒരു പേര്. പുറത്തുനിന്ന് നോക്കുമ്പോൾ പലാൻഡിർ സിലിക്കൺ വാലിയിലെ മറ്റേതൊരു സ്റ്റാർട്ടപ്പിനെയും പോലെയായിരുന്നു. തണുത്ത പിസ കഴിച്ച് ജോലി ചെയ്യുന്ന ഒരുപിടി എഞ്ചിനീയർമാർ. രാത്രി വൈകിയും കെടാത്ത വിളക്കുകളുള്ള ജനാലകൾ. എന്നാൽ അതിനകത്ത് നടന്നിരുന്നത് മറ്റാരും ചിന്തിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളായിരുന്നു. അവർ സോഷ്യൽ മീഡിയ ക്ലിക്കുകളോ ആപ്പ് ഡൗൺലോഡുകളോ ആയിരുന്നില്ല ലക്ഷ്യമിട്ടത്. അവരുടെ കാഴ്ചപ്പാട് ഇതായിരുന്നു. ഇമെയിലുകൾ, ഫോൺ കോളുകൾ, ഫ്ലൈറ്റ് രേഖകൾ, ബാങ്ക് ട്രാൻസ്ഫറുകൾ എന്നിങ്ങനെയുള്ള വലിയ ഡാറ്റകൾ സമന്വയിപ്പിച്ച് മനുഷ്യന്റെ കണ്ണിന് അദൃശ്യമായ പരസ്പരബന്ധം വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുക. ലോകത്തെ മാറ്റിമറിക്കുന്ന സാങ്കേതികവിദ്യ നിർമ്മിക്കാൻ ധാരാളം പണം വേണം. പീറ്റർ തീൽ തന്റെ കൈവശമുള്ള $30 മില്യൺ പലാൻഡിറിൽ നിക്ഷേപിച്ചു. എന്നിട്ടും 2004 പണത്തിന് ആവശ്യം വന്നു. നിക്ഷേപകനെ തിരഞ്ഞ് പീറ്റർ തീൽ യാത്രകളിലായിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ എത്തുന്നത്. അമേരിക്കൻ ചാരസംഘടനയായ CIA വെഞ്ചർ ക്യാപിറ്റൽ വിഭാഗമായ ഇൻക്യൂടെല്ലിൽ നിന്നായിരുന്നു അത്. അതെ, CIA അതിൻ്റെതായ നിക്ഷേപ ഫണ്ടുണ്ട്. അമേരിക്കയുടെ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയെ സഹായിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യ കൈവശമുള്ള സ്വകാര്യ കമ്പനികളെ കണ്ടെത്തുകയും അവർക്ക് ഫണ്ട് നൽകുകയും ചെയ്യുക എന്നതാണ് ഇൻക്യൂടെല്ലിന്റെ ലക്ഷ്യം. നേരത്തെ പറഞ്ഞ 5000 കോടി രൂപയിൽ ഒരു ഭാഗം കൈകാര്യം ചെയ്യുന്നത് ഇൻക്യൂടെല്ലാണ്. തീലിന്റെ ടീം നിർമ്മിക്കുന്നത് എന്താണെന്ന് കണ്ടപ്പോൾ CIA താല്പര്യമായി. തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഒരു ചിന്താമണി രത്നം വാഗ്ദാനം ചെയ്യുന്ന സിലിക്കൺ വാലി കമ്പനിയാണ് പലാൻഡിർ എന്ന് അവർ ഇൻക്യൂടെല്ലിന് റിപ്പോർട്ട് നൽകി.
ആദ്യഘട്ടമായി ഇൻക്യൂട്ടൽ $2 മില്യൺ പലാൻഡിയറിൽ നിക്ഷേപിച്ചു. അക്കാലത്ത് സിലിക്കൺ വാലി സ്റ്റാർട്ടപ്പ് ഫണ്ടിംഗ് നിലവാരം വെച്ച് നോക്കിയാൽ ചെറുതായിരുന്നെങ്കിലും ആ പണം നൽകിയ പ്രചോദനം വലുതായിരുന്നു. ആ നിമിഷം മുതൽ പലാൻഡിയർ വെറുമൊരു ടെക് സ്ഥാപനമായിരുന്നില്ല. അത് US ഇന്റലിജൻസ് ലോകത്തിന്റെ ഷാഡോ പാർട്ണറായി മാറി. അലക്സ് കാർപ്പ് CEO ആയി. പാലോ ആൾട്ടോയിൽ കിംവദന്തികൾ പരക്കാൻ തുടങ്ങി. ഈ ആളുകൾ CIA ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്തിനാണ്? ഒരു ബോർഡ് പോലുമില്ലാത്ത ആ ഓഫീസിൽ അവരെന്താണ് നിർമ്മിക്കുന്നത്? അകത്ത് സ്ഥാപകർ നിശബ്ദത പാലിച്ചു. പുറത്തുള്ളവർക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പലാൻഡിയറിൽ ജോലിക്കായി അപേക്ഷിക്കുന്നവരോട് പോലും പദ്ധതികളെക്കുറിച്ച് പകുതി സത്യം മാത്രമാണ് പറഞ്ഞിരുന്നത്. സിലിക്കൺ വാലി ഇന്നൊവേഷനും സർക്കാരിന്റെ സീക്രട്ട് മിഷനുകൾക്കുമിടയിലുള്ള ഗ്രേ സോണിലേക്ക് പലാൻഡിയർ പ്രവേശിച്ചിരുന്നു. 2005 ആയപ്പോഴേക്കും പലാൻഡിയറിന്റെ ചെറിയ ടീം എഞ്ചിനീയർമാർ അവരുടെ സോഫ്റ്റ്വെയറിന്റെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് പൂർത്തിയാക്കി. വിവിധ സോഴ്സുകളിൽ നിന്നുള്ള ഡാറ്റ മെർജ് ചെയ്യാനും ഇന്ററാക്റ്റീവ് മാപ്പിൽ പാറ്റേണുകൾ കാണിക്കാനും കഴിയുന്ന ലളിതമെങ്കിലും കൗതുകകരമായ ഒരു സോഫ്റ്റ്വെയർ. ഒരു ചോദ്യമുണ്ടാകാം, ഇത്തരമൊരു ചെറിയ കമ്പനിക്ക് ഈ ഡാറ്റയെല്ലാം എവിടെ നിന്ന് കിട്ടി? ഉദാഹരണത്തിന് കോടിക്കണക്കിന് ഉപയോക്താക്കളുടെ ജിമെയിൽ ഡാറ്റ എങ്ങനെ പലാൻഡിയറിന് ലഭിച്ചു? അതവർ ആരിൽ നിന്ന് മോഷ്ടിക്കുന്നതല്ല, അവർക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ്. തങ്ങൾ ഡാറ്റ മോഷ്ടിക്കാറില്ലെന്ന് പലാൻഡിയർ പറയുന്നത് സത്യവുമാണ്. പിന്നെ എങ്ങനെ അവരത് എടുക്കുന്നുവെന്നെല്ലാം നമ്മൾ ഈ വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. ആദ്യ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ പലാൻഡിയർ ഉപയോഗിച്ച ഡാറ്റയിൽ 50% ഫേക്ക് ഡാറ്റയായിരുന്നു. ചീപ്പ് സോഴ്സുകളിൽ നിന്നും വില കൊടുത്ത് വാങ്ങിയവ. എന്നാലും ആ പ്രോട്ടോടൈപ്പ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു. CIA ആഭ്യന്തര സുരക്ഷാ മേധാവികളുടെയും മുന്നിൽ പലാൻഡിയർ അത് അഭിമാനത്തോടെ പ്രദർശിപ്പിച്ചു. ഒരു വ്യക്തിയുടെ പേര് ഈ സോഫ്റ്റ്വെയറിൽ ടൈപ്പ് ചെയ്താൽ അയാളുടെ ജീവിതം ചാരസംഘടനകൾക്ക് മുന്നിൽ ചുരുളഴിയും. അയാൾ പോയ വിമാനങ്ങൾ, വിളിച്ച നമ്പറുകൾ, ആ നമ്പറുകളുമായി ബന്ധപ്പെട്ട ആളുകൾ, അയാളുടെ സാമ്പത്തിക ഇടപാടുകൾ പോലും. ഇന്ന് വലിയ കാര്യമായി തോന്നില്ലെങ്കിലും 2005 ഇന്റലിജൻസ് ഏജൻസികൾക്ക് ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. പലാൻഡിയർ പിന്നീട് ചെയ്ത ഭയാനകമായ പല കോഡിങ്ങുകളുടെയും അടിത്തറയായിരുന്നു ഈ പ്ലാറ്റ്ഫോം. എങ്കിലും എല്ലാവർക്കും ഇത് ബോധ്യപ്പെട്ടില്ല. ഇന്റലിജൻസ് സമൂഹത്തിലെ പലർക്കും സിലിക്കൺ വാലിയിൽ നിന്നുള്ളവരെ വിശ്വാസമുണ്ടായിരുന്നില്ല. CIA FBI അനലിസ്റ്റുകൾ പലാൻഡിയറിന്റെ പ്രോട്ടോടൈപ്പ് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അവരുടെ കണ്ടെത്തലുകൾ എല്ലാം മാറ്റിമറിച്ചു. എത്ര ശക്തമായ ഒരു പ്രോട്ടോടൈപ്പാണ് പലാൻഡിയർ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വാക്കുകളിൽ വിശദീകരിക്കാനാകുമായിരുന്നില്ല. CIA FBI തങ്ങളുടെ കൈവശമുള്ള ഡാറ്റ മുഴുവൻ ഈ പ്രോട്ടോടൈപ്പിലേക്ക് ലോഡ് ചെയ്തു. 2 മെക്സിക്കൻ ഡ്രഗ് കാർട്ടലുകളെയും സാൻ ഫ്രാൻസിസ്കോയിലെ അസർബൈജാനി തീവ്രവാദ ശൃംഖലയെയും സിറിയയിലെ ഒരു അമേരിക്കൻ വിരുദ്ധ ഗ്രൂപ്പിന്റെ ന്യൂയോർക്കിലെ താവളങ്ങളും CIA മുച്ചൂടും നശിപ്പിച്ചത് ഈ പ്രോട്ടോടൈപ്പിന്റെ ഡാറ്റ അനാലിസിസ് മാത്രം ഉപയോഗിച്ചാണ്. ഉപകരണം അതിന്റെ മൂല്യം തെളിയിക്കുകയായിരുന്നു. ഒരു പ്രോട്ടോടൈപ്പിന് ഇത്രയും സാധിക്കുമെങ്കിൽ കാലം കഴിയും തോറും അതെത്രമാത്രം ശക്തമായ ഒരു ടൂളായി മാറുമെന്ന കാര്യത്തിൽ പിന്നീട് അമേരിക്കൻ സുരക്ഷാ ഏജൻസികൾക്ക് സംശയമുണ്ടായിരുന്നില്ല. കാരണം ഈ സോഫ്റ്റ്വെയർ ഇന്നത്തെ AI ലാർജ് ലാംഗ്വേജ് മോഡലുകൾ പോലെ ഓരോ എൻട്രിയിൽ നിന്നും, ഓരോ തെറ്റിൽ നിന്നും, ഓരോ ശരിയിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കും. പലാൻഡിയർ ഒരു എത്തിക്സ് മുന്നോട്ട് വെച്ചു. അവർ ഒരിക്കലും തങ്ങളുടെ സിസ്റ്റത്തിന്റെ പൂർണ്ണ നിയന്ത്രണം സർക്കാരിന് നൽകില്ല. സോഫ്റ്റ്വെയർ അതിന്റെ കോഡിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രൈവസി ഫ്രെയിംവർക്കിനെ മാനിച്ചുകൊണ്ട് ക്വാളിഫൈഡായ പ്രൊഫഷണലുകളെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം. 2006 ആയപ്പോഴേക്കും പലാൻഡിയറിന്റെ സാങ്കേതിക വിദ്യ ഫീൽഡിന് തയ്യാറായി. FBI പ്രാദേശിക പോലീസും ഉൾപ്പെടെയുള്ള US നിയമപാലക ഏജൻസികളുമായി അവർ അടുത്ത ബന്ധം സ്ഥാപിച്ചു. ഫലങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ ആദ്യകാല പ്രൊഡക്റ്റിന് ഒരു പേര് പോലും പലാൻഡിയർ നൽകിയില്ല. കൃത്യമായ വിവരമില്ലെങ്കിലും പലാൻഡിയർ 2006 അതിന്റെ ആദ്യകാല സേവനങ്ങൾക്കിടയിൽ തെളിയിച്ച ചില കേസുകളുണ്ട്. അതിലൊന്ന് വാഷിംഗ്ടൺ സ്റ്റേറ്റിൽ വളർന്നു വരുന്ന ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസാണ്. ഒരു സാമ്പത്തിക സ്ഥാപനത്തിലെ പ്രൊമോട്ടർമാർ ഷാഡോ അക്കൗണ്ടുകൾ സൃഷ്ടിച്ച് പരിധിയില്ലാതെ മണി മൂവ്മെന്റ് നടത്തുന്നത് പലാൻഡിയറിന്റെ ഡാറ്റ അനാലിസിസ് സംവിധാനം കണ്ടുപിടിച്ചു. പോലീസ് ഈ തട്ടിപ്പ് ശൃംഖല തകർത്തു. മറ്റൊന്ന് ഒരു പാകിസ്ഥാനി ഇറക്കുമതി സ്ഥാപനം വഴി മിഡിൽ ഈസ്റ്റിലെ തീവ്രവാദി സംഘടനകൾക്ക് ലഭിച്ചിരുന്ന അമേരിക്കൻ ഫണ്ടിങ്ങിനെ കുറിച്ചായിരുന്നു. ഇറ്റലിയിലെ ബാങ്കുകളിലേക്ക് വരെ തങ്ങളുടെ ചാരക്കണ്ണുകൾ എത്തിച്ച് പലാൻഡിയർ ഈ കേസും സോൾവ് ചെയ്തു. ഓരോ സോൾവ്ഡ് കേസും അമേരിക്കൻ ഇന്റലിജൻസിന്റെ നിശബ്ദ തലച്ചോറ് എന്ന നിലയിൽ പലാൻഡിയറിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. എങ്കിലും ഓരോ വിജയത്തിലും പുതിയ ചോദ്യങ്ങൾ ഉയർന്നു. ആരാണ് ഈ ശക്തിയെ കൃത്യമായി നിയന്ത്രിക്കുന്നത്? പലാൻഡിയറിന്റെ ഇന്നർ സർക്കിളിനെ കുറിച്ച് സർക്കാരിന് എത്രത്തോളം അറിയാം? കമ്പനി നിഴലിൽ വളർന്നുകൊണ്ടേയിരുന്നു. ഓരോ ആഴ്ചയിലും അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റിലെയും പോലീസ് ഡിപ്പാർട്ട്മെന്റുമായി പലാൻഡിയർ കരാറുകൾ ഒപ്പിട്ടു. അവർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അപൂർവമായിരുന്നു. അവരുടെ ഓഫീസുകൾക്ക് പുറത്ത് ബോർഡുകളില്ലായിരുന്നു. ആ ഓഫീസിന്റെ വാതിൽ എവിടെയാണെന്ന് പോലും പുറത്തു നിന്നുള്ളവർക്ക് കാണാൻ സാധിച്ചില്ല. പലാൻഡിയർ ഒരു ഗോസ്റ്റ് കമ്പനിയെ പോലെ തോന്നിച്ചു. പലാൻഡിയറിൽ ജോലി ചെയ്യാനെത്തുന്ന IT പ്രൊഫഷണലുകൾ ഒപ്പിട്ടിരുന്നത് 200 പേജുള്ള ഒരു കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് ആണ്. എന്നേക്കുമായി കമ്പനിയിലെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന കരാർ. പലാൻഡിയറിന്റെ ക്ലയന്റുകൾ കോഡ് നെയിമുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ പ്രൊജക്റ്റുകൾക്ക് ക്ലാസിഫൈഡ് ശീർഷകങ്ങൾ ഉണ്ടായിരുന്നു. 2006 അവസാനമായപ്പോഴേക്കും പലാൻഡിയറിനെ കുറിച്ചുള്ള അടക്കം പറച്ചിലുകൾ ഉച്ചത്തിലായി. ഇന്റലിജൻസ് അനലിസ്റ്റുകൾ അതിനെ മാജിക് സോഫ്റ്റ്വെയർ എന്ന് വിശേഷിപ്പിച്ചെങ്കിലും ടെക് ജേർണലിസ്റ്റുകൾക്ക് CIA ധനസഹായം നൽകുന്ന ഒരു സീക്രട്ട് മിഷൻ കമ്പനിയായിരുന്നു പലാൻഡിയർ.
വിജയങ്ങളിൽ മതിമറക്കാതെ പലാൻഡിയർ തങ്ങളുടെ സോഫ്റ്റ്വെയർ നിരന്തരം വികസിപ്പിച്ചു. ലോകത്തിലെ ഡാറ്റ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമുകളുടെ തലതൊട്ടപ്പനെന്ന് വിശേഷണമുള്ള പലൻഡിയറിന്റെ ഗോഥം 2008 ഫീൽഡിന് തയ്യാറായി. 30 മിനിറ്റ് വീഡിയോയിലെ 2 പാരഗ്രാഫിൽ വിശദീകരിക്കാൻ സാധിക്കുന്ന ഒരു സ്പൈ സോഫ്റ്റ്വെയർ അല്ല ഗോഥം. സത്യത്തിൽ അതിനെ സ്പൈ സോഫ്റ്റ്വെയർ എന്ന് മാത്രം വിശേഷിപ്പിക്കുന്നതും അഭംഗിയാണ്. അതിന് എന്തും സാധിക്കുമായിരുന്നു. ലോ ആൻഡ് ഓർഡർ, ഡിഫൻസ് എന്നിവയിൽ സങ്കീർണവും ഉയർന്ന അപകട സാധ്യതയുമുള്ളതുമായ ഡിസിഷൻ മേക്കിനായുള്ള ഒരു ഡിജിറ്റൽ കമാൻഡ് സെന്ററാണിത്. ഇന്റലിജൻസ്, ആർമി, പോലീസ് തുടങ്ങിയ സോഴ്സുകളിൽ നിന്നുള്ള പടുകൂറ്റൻ ഡാറ്റാ സെറ്റുകളെ ഒരൊറ്റ ഇന്റർഫേസിലേക്ക് സംയോജിപ്പിക്കാനുള്ള അതിന്റെ കഴിവിലാണ് ഗോഥമിന്റെ ശക്തി. ഗോഥം ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അത് ഡാറ്റയിലെ പാറ്റേണുകൾ വെളിപ്പെടുത്തുന്നു. അദൃശ്യമായി തുടരുന്ന കുറ്റവാളികൾ, എനിമി ഓഫ് ദി സ്റ്റേറ്റ്, സ്ഥലങ്ങൾ, ഇടപാടുകൾ, സംഭവങ്ങൾ എന്നിവ തമ്മിലുള്ള കണ്ണികൾ കണ്ടെത്തുന്നു. ഭീകരവാദ ശൃംഖലകളെ ട്രാക്ക് ചെയ്യാനും മണി ലോണ്ടറിംഗ് റൂട്ടുകൾ മാപ്പ് ചെയ്യാനും ചാവേർ ആക്രമണ ഭീഷണികൾ പ്രവചിക്കാനും ഗോഥമിന് കഴിയും. ഗോഥമിന്റെ വിഷ്വൽ ഇന്റലിജൻസ് അൽഗോരിതങ്ങൾ, ഫോൺ രേഖകൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, റിപ്പോർട്ടുകൾ, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങി സ്ട്രക്ചേർഡും അല്ലാത്തതുമായ ഡാറ്റാ സെറ്റുകളെ ഒരുമിച്ച് നെയ്തെടുത്ത് ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നു. ഒരു സോഫ്റ്റ്വെയർ എന്നതിലുപരി ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ജീവനുള്ള തലച്ചോറ് പോലെയാണ് ഗോഥം പ്രവർത്തിക്കുന്നത്. ബുദ്ധിയുള്ള 1,00,000 മനുഷ്യർ ഒരാഴ്ച കൊണ്ട് ചെയ്യുന്ന ഡാറ്റാ വിശകലന ജോലികൾ ഒരു സെക്കൻഡിൽ ഗോഥം ചെയ്യും. ഉദാഹരണത്തിന്, നിരീക്ഷണത്തിലുള്ള ഒരാൾ വ്യത്യസ്ത ATMകളിൽ നിന്ന് ചെറിയ തുകകൾ പിൻവലിക്കുന്നു എന്ന് കരുതുക. മറ്റൊരാൾ വേറൊരിടത്ത് ഒരു വിമാന ടിക്കറ്റ് വാങ്ങുന്നു, വേറൊരു പേരിൽ. പക്ഷേ 2 ഇടപാടുകളിലുമുള്ളത് ഒരേ ഫോൺ നമ്പർ. സ്വതന്ത്രമായി നോക്കുമ്പോൾ ആ സൂചനകൾക്ക് അർത്ഥമൊന്നുമില്ല. പക്ഷേ ഗോഥത്തിന്റെ അൽഗോരിതങ്ങൾ അത് സെക്കൻഡുകൾക്കകം പരസ്പരം ബന്ധിപ്പിക്കും, വിട്ടുപോയ കണ്ണികൾ പൂരിപ്പിക്കും, ആക്രമണം നടക്കും മുമ്പേ ഒരു ഭീകര ശൃംഖലയെ വെളിപ്പെടുത്തും, അടുത്ത 9/11 ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ തടയും. FBI-യും CIA-യും തങ്ങളുടെ ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷനുകൾക്കായി ഗോഥം പ്ലാറ്റ്ഫോം ഔദ്യോഗികമായി സ്വീകരിച്ചു. ഇതിനിടെ അമേരിക്കൻ പ്രതിപക്ഷ പാർട്ടികളിലും സെനറ്റിലും പലൻഡിയർ എന്ന നിഗൂഢ കമ്പനിക്കെതിരെ എതിർപ്പുകൾ പരസ്യമായി. എല്ലാം കാണുന്ന ഒരു സംവിധാനം നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ആ സംവിധാനത്തെ ആരാണ് കാണുന്നത്? പ്രതിപക്ഷ സെനറ്റർമാർ ചോദിച്ചു. ഗോഥത്തിന്റെ ശക്തി വളരെ കേന്ദ്രീകൃതമാണെന്നും അതിന്റെ കോഡ് വളരെ കുറച്ച് ആളുകൾക്ക് മനസ്സിലാകുന്നുള്ളൂ എന്നും അത് ഒരു ദിവസം ഭീകരർക്കെതിരെ മാത്രമല്ല പൗരന്മാർക്കെതിരെയും ഉപയോഗിക്കപ്പെടുമെന്നും സെനറ്റർമാർ ആശങ്കപ്പെട്ടു. എന്നിട്ടും ഒരു ഹിയറിംഗിനും പലൻഡിയറോ അതിന്റെ പിന്നണിയിലെ മനുഷ്യരോ വിളിക്കപ്പെട്ടില്ല. കാരണം അമേരിക്കയ്ക്ക് പലൻഡിയറിനെ കൊണ്ട് അത്രയധികം ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. 2009 CIA-ക്കും FBI-ക്കും സ്റ്റേറ്റ് പോലീസിനും അപ്പുറം പലൻഡിയറിന് വലിയൊരു ക്ലയന്റിനെ ലഭിച്ചു, അമേരിക്കൻ സൈന്യം. ഇറാഖിന്റെയും അഫ്ഗാനിസ്ഥാന്റെയും പൊടി നിറഞ്ഞ ഭൂപടങ്ങളിൽ പലൻഡിയർ മേഞ്ഞു. ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസുകൾ എന്ന IED കണ്ടെത്തലായിരുന്നു ഗോഥം പ്ലാറ്റ്ഫോമിന്റെ ആദ്യ ദൗത്യം. ഗോഥം അത് ഭംഗിയായി ചെയ്തു. IED അമേരിക്കൻ സൈന്യത്തിന് ഒരു ഭീഷണിയേ അല്ലാതായി. സാറ്റലൈറ്റ് ഇമേജറി വിശകലനം ചെയ്താണ് ഗോഥം ഇത് സാധിച്ചത്. അവർ ഗോഥത്തെ കരുത്തുള്ള ലാപ്ടോപ്പുകളിൽ ഇൻസ്റ്റാൾ ചെയ്തു, ഫീൽഡ് സെൻസറുകളുമായി കണക്ട് ചെയ്തു. പിന്നെ യുദ്ധഭൂമി ഒരു ജീവനുള്ള ഡാറ്റാ മാപ്പായി. ഒരു ഇറാഖി ഗ്രാമത്തിലെ വീട്ടിൽ അസാധാരണമായ വിധം ഫോൺ നിർത്താതെ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ ഒരേ വാഹനത്തെ പല ഡ്രോൺ ഫീഡുകളിൽ കണ്ടാൽ ഗോഥം ഉടൻ കണ്ടുപിടിക്കും. ഗോഥം ആക്രമണങ്ങൾ പ്രവചിച്ചു. അമേരിക്കൻ സേനയ്ക്ക് സുരക്ഷിതമായ മാർഗങ്ങൾ കണ്ടെത്തി. പലവട്ടം തങ്ങളുടെ ജീവൻ രക്ഷിച്ച ഗോഥത്തെ അമേരിക്കൻ സൈനികർ ഡിജിറ്റൽ ഗാർഡിയൻ ഏഞ്ചൽ എന്ന് വിളിക്കാൻ ആരംഭിച്ചു. പക്ഷേ എല്ലാവരും പലൻഡിയറിനെ ഇഷ്ടപ്പെട്ടില്ല. പെന്റഗണിനുള്ളിലെ പാരമ്പര്യ പ്രതിരോധ കരാറുകാർ പലൻഡിയറിനെതിരെ നിയമയുദ്ധത്തിന് വരെ തയ്യാറായി. ലോക്ക്ഹീഡ് മാർട്ടിൻ അടക്കമുള്ള പ്രതിരോധ കമ്പനികൾ പലൻഡിയറിനെതിരെ ലോബിയിങ് നടത്തി. എന്നാൽ ഗോഥം വേറിട്ട് നിന്നു. മറ്റുള്ള സോഫ്റ്റ്വെയറുകൾ വിന്യസിക്കാൻ മാസങ്ങളെടുത്തപ്പോൾ ഗോഥം മണിക്കൂറുകൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാമായിരുന്നു. മറ്റുള്ളവർ അനന്തമായ ഗ്രാഫുകളും ചാർട്ടുകളും കാട്ടുമ്പോൾ പലൻഡിയർ കൃത്യമായി എന്താണ് നടക്കുന്നതെന്ന് കാണിച്ചു. ആരെയാണ് സംശയാസ്പദമായി കണ്ടത്? ഇപ്പോൾ എവിടെയാണ് അവരുള്ളത്? എന്നാലും പെന്റഗൺ കൂടുതൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഉടനെ മനസ്സിലാക്കി. അവർ പലൻഡിയറിന് കൂടുതൽ ഡാറ്റ കൊടുക്കുന്തോറും അത് കൂടുതൽ ബുദ്ധിമാനാകുന്നു. ഓരോ ദൗത്യത്തിൽ നിന്നും, ഓരോ മരണത്തിൽ നിന്നും, ഓരോ പിഴവിൽ നിന്നും പഠിക്കുന്ന ഒരു തലച്ചോറ് പോലെ. അത് യുദ്ധരംഗത്ത് അപകടകരമാണ്. ശത്രുവിന്റെ കയ്യിൽ അത് വന്നു പെട്ടാൽ അതൊഴിവാക്കാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ. പലൻഡിയർ ആവശ്യപ്പെടുന്നത് എന്താണോ അത് കൊടുക്കുക. അവർ മറ്റുള്ളവരുമായി ഇടപാട് നടത്തുന്നത് ഒഴിവാക്കുക. അന്നു മുതൽ അമേരിക്കൻ സേനയ്ക്കുള്ള തങ്ങളുടെ ഓരോ ഗോഥം അപ്ഡേറ്റിനും പലൻഡിയർ പറയുന്നതാണ് വില, പൊന്നും വില. ഇത് നിക്ഷേപകരും കണ്ടു. 2009 3ാം റൗണ്ട് ഫണ്ടിങ്ങിൽ കമ്പനി $90 മില്യൺ സമാഹരിച്ചു. വിപണി മൂല്യം $735 മില്യൺ ഉയർത്തി. ആരാണ് ഈ പണം നിക്ഷേപിച്ചതെന്ന് ഇന്നും ലോകത്തിനറിയില്ല. ഇസ്രായേലാണെന്ന് പറയുന്നവരുണ്ട്, റോത്ത്സ്ചൈൽഡ് കുടുംബമാണെന്ന് പറയുന്നവരുണ്ട്. യുദ്ധം മാത്രമാണോ തങ്ങളുടെ ബിസിനസ്? 2010 പലൻഡിയർ ആ വഴിക്ക് ചിന്തിച്ചു. ഗോഥം ചാരന്മാർക്കും സൈനികർക്കുമുള്ള ഉപകരണമാണെങ്കിൽ അതിന് മറ്റൊരു പതിപ്പ് കമ്പനികൾക്കും ബാങ്കുകൾക്കും ആശുപത്രികൾക്കും ശാസ്ത്രജ്ഞർക്കും ഉപയോഗിക്കാനാവുന്ന ഒന്നുണ്ടാക്കാനാകില്ലേ? അങ്ങനെ പലൻഡിയർ ഫൗണ്ടറി ജന്മമെടുത്തു.
ഈ നോൺ മിലിറ്ററി പർപ്പസ് വെർഷൻ ഗോഥത്തേക്കാൾ ശക്തിമാനായിരുന്നു. ഒരു കമ്പനിയെ ലക്ഷക്കണക്കിന് കഷണങ്ങളുള്ള വലിയ ജിക്സോ പസിൽ പോലെ കരുതുക. കസ്റ്റമർ ഡാറ്റ, സെയിൽസ് ഡാറ്റ, ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡാറ്റ, പേറോൾ, അങ്ങനെ നിരവധി കഷണങ്ങൾ. പാലന്റിയർ ഫൗണ്ടറി ആ മുഴുവൻ തുണ്ടുകളെയും എടുത്ത് ഉടൻ കമ്പനിയുടെ ഒരു പൂർണ്ണ ചിത്രം നിർമ്മിക്കും. ഇത് ഫൗണ്ടറിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഏറ്റവും ചെറുത്. പാലന്റിയർ ഫൗണ്ടറി ലോകത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ കോഡാണ്. ചില വിദഗ്ധർ പറയുന്നത് ആ സോഫ്റ്റ്വെയറിൽ 10 കോടിയിലേറെ ലൈൻ കോഡുകളുണ്ടെന്നാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അൽഗോരിതങ്ങളെക്കാൾ കൂടുതൽ ലൈനുകൾ. ഫൗണ്ടറിയുടെ പ്രധാന കരുത്ത് കിടക്കുന്നത് ബിസിനസ് ചാരപ്രവർത്തനത്തിലാണ്. എതിരാളിയായ കമ്പനിയുടെ അടിവേര് തോണ്ടി ഡാറ്റ മുഴുവൻ പുറത്തിടാൻ ഫൗണ്ടറിക്ക് കഴിയും. ഫൗണ്ടറിയുടെ ആദ്യകാല ക്ലയന്റുകളിൽ ഒന്നായിരുന്നു JP മോർഗൻ ചേസ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. വാൾ സ്ട്രീറ്റിലേക്കുള്ള ഫൗണ്ടറിയുടെ 2010 രാജകീയ എൻട്രി. ബാങ്കിംഗ് തട്ടിപ്പ് തടയാനാണ് JP മോർഗൻ ചേസ് ഫൗണ്ടറി വാങ്ങിയതെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്കതിൽ കൂടുതൽ വേണമായിരുന്നു. പാലന്റിയറിലെ എഞ്ചിനീയർമാർക്ക് JP മോർഗൻ ചേസ് പോലുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിന്റെ ഡാറ്റയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്ന ലോട്ടറിയായിരുന്നു അത്. കോടിക്കണക്കിന് ഇടപാടുകൾ, ഇന്റേണൽ ഇമെയിലുകൾ, ക്രെഡിറ്റ് റിപ്പോർട്ടുകൾ, ഇതെല്ലാം ഫൗണ്ടറി പഠിച്ചു. ഓഡിറ്റർമാർ വർഷങ്ങളോളം കാണാതെ പോയ സംശയാസ്പദമായ പല ഇടപാടുകളും ഫൗണ്ടറി കണ്ടുപിടിച്ചു. ബില്യൺ കണക്കിന് ഡോളറിന്റെ ആദായമാണ് ബാങ്കിന് ഫൗണ്ടറി നേടിക്കൊടുത്തത്. മെക്സിക്കൻ, കൊളംബിയൻ ഡ്രഗ് കാർട്ടലുകളുടെ ഷാഡോ അക്കൗണ്ടുകൾ ഫൗണ്ടറി കണ്ടെത്തി. തങ്ങൾ നിയമിച്ച ഭൂതം തങ്ങളെ തന്നെ തിന്നുന്നത് കണ്ട് JP മോർഗൻ ചേസ് ഡയറക്ടർ ബോർഡ് ഞെട്ടി. അവർ സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തന മേഖല പരിമിതപ്പെടുത്തി. പിന്നെ അങ്ങോട്ട് പാലന്റിയർ ഫൗണ്ടറിയുടെ തേരോട്ടമായിരുന്നു. അത് കമ്പനി ബോർഡ് റൂമുകളിൽ നിന്ന് ബോർഡ് റൂമുകളിലേക്ക് സഞ്ചരിച്ചു. അതൊരു ഡാറ്റ സാമ്രാജ്യമായി. സർക്കാരുകൾ അത് പകർച്ചവ്യാധികൾ പ്രവചിക്കാൻ ഉപയോഗിച്ചു. കോർപ്പറേറ്റുകൾ ലാഭം പ്രവചിക്കാൻ ഫൗണ്ടറി ആശ്രയിച്ചു. വലിയ ഹെഡ്ജ് ഫണ്ടുകൾ ഓഹരി വിപണിയിലെ പാറ്റേണുകൾ കണ്ടെത്താനായി ഫൗണ്ടറി വാങ്ങി. 2011 ആയപ്പോഴേക്കും ലോകം ഡിജിറ്റൽ യുഗത്തിലേക്ക് പൂർണ്ണമായും ഉണർന്നു. സ്മാർട്ട് ഫോണുകൾ, സോഷ്യൽ മീഡിയ, പാലന്റിയറിന് അവസാനമില്ലാത്ത ഡാറ്റയിലേക്കുള്ള പ്രവേശനം. 2011 ഒരു പുതിയ ഫണ്ടിംഗ് റൗണ്ടിന് ശേഷം കമ്പനിയുടെ മൂല്യം കുതിച്ചുയർന്നു. $250 കോടി. 2012 ആയപ്പോഴേക്കും പാലന്റിയർ ഒരു വാടകയ്ക്കെടുക്കാവുന്ന ഡിജിറ്റൽ ചാര ഏജൻസിയായി മാറി. അമേരിക്ക അവർക്ക് പലവട്ടം മുന്നറിയിപ്പ് നൽകി. മറ്റ് രാജ്യങ്ങളിലെ സർക്കാരുകളുമായി ഒരിടപാടിനും നിൽക്കരുത്, പണം എത്ര വേണമെങ്കിലും തങ്ങൾ നൽകാം. ഒടുവിൽ അമേരിക്കൻ ഡാറ്റ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി അമ്മാനമാടില്ല എന്ന ഉറപ്പിൽ അവർക്ക് ഗ്ലോബൽ ഓപ്പറേഷന് അനുമതി ലഭിച്ചു. ഓസ്ട്രേലിയൻ ആർമിയായിരുന്നു അമേരിക്കയ്ക്ക് പുറത്ത് പാലന്റിയറിന്റെ ആദ്യത്തെ മിലിറ്ററി ക്ലയന്റ്. ഒരു ഓസ്ട്രേലിയൻ സൈനികൻ തന്റെ ലാപ്ടോപ്പിൽ ഗോതത്തിന്റെ മാപ്പ് അനലൈസ് ചെയ്യുന്ന ചിത്രങ്ങൾ അക്കാലത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. 2013 $9 ബില്യൺ വാല്യുവേഷൻ ലഭിച്ചതിന് പിന്നാലെ പാലന്റിയർ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. പുതിയ രോഗങ്ങൾ വരും മുമ്പേ മരുന്നുകൾ തയ്യാറാക്കാൻ പാലന്റിയർ ഫൗണ്ടറി ഈ കമ്പനികളെ സഹായിച്ചു. ജനിതക മെഡിക്കൽ ഡാറ്റയുടെ കടലിൽ ഫൗണ്ടറി മുങ്ങാങ്കുഴിയിട്ടു. പകർച്ചവ്യാധികൾ എല്ലാവർക്കും അറിയുന്ന ഒരു വാക്കാകുന്നതിന് വളരെ മുമ്പ് തന്നെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ എന്ന CDCയെ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് ട്രാക്ക് ചെയ്യാനും വിശകലനം ചെയ്യാനും അവർ സഹായിക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷ് പെട്രോളിയത്തിനു വേണ്ടിയും പാലന്റിയർ ജോലി ചെയ്തു. 2014 പാലന്റിയറിന്റെ വിപണി മൂല്യം $15 ബില്യൺ ആയി. ഇത് പാലന്റിയറിനെ ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാത്ത സ്വകാര്യ കമ്പനികളിൽ ഒന്നാക്കി മാറ്റി. ഊബറിനും സ്പേസ് എക്സിനും ഒപ്പം. 2015 മുതൽ പാലന്റിയർ മാധ്യമങ്ങളുടെ ഇഷ്ടവിഷയമാണ്. പ്രെഡിക്റ്റീവ് പോലീസിംഗ്, സിറ്റിസൺ സ്കോറിംഗ് തുടങ്ങിയ ആരോപണങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾ നിരത്തി. മനുഷ്യാവകാശ ഗ്രൂപ്പുകളും രംഗത്തെത്തി. സമ്മർദ്ദം സഹിക്കാനാകാതെ 2016 ആദ്യമായി US ആർമി ഒരു വലിയ കരാറിൽ പാലന്റിയറിന്റെ സോഫ്റ്റ്വെയർ റിജക്ട് ചെയ്തു. ഗവൺമെന്റ് സ്വന്തം ആഭ്യന്തര സംവിധാനങ്ങൾക്ക് അന്യായമായി മുൻഗണന നൽകുന്നു എന്നാരോപിച്ച് പാലന്റിയർ ആർമിക്കെതിരെ കേസ് കൊടുത്തു. ഒരു വലിയ സ്വകാര്യ കമ്പനി അമേരിക്കൻ ആർമിക്കെതിരെ നൽകിയ ആദ്യ കേസിൽ പാലന്റിയർ വിജയിച്ചു. ഭാവി കരാറുകളിൽ പാലന്റിയർ പോലുള്ള വാണിജ്യ സോഫ്റ്റ്വെയറുകൾ സർക്കാർ പരിഗണിക്കണമെന്ന് കോടതി വിധിച്ചു. US സൈന്യത്തെ നേരിടാൻ വിജയിക്കാൻ മാത്രം ശക്തമാണ് തങ്ങളെന്ന് പാലന്റിയർ തെളിയിച്ചു. കാരണം അതിന്റെ പക്കൽ സ്വർണമുണ്ട്, ഡാറ്റ. അപ്പോഴും CEO അലക്സ് കാർപ്പ് മാധ്യമങ്ങളിൽ അപൂർവമായി മാത്രമേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു തത്വചിന്തകനെ പോലെ സംസാരിച്ചു. സാങ്കേതിക വിദ്യയുടെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. അത് വേറൊരു തമാശ. ശരി, ഇനി അത് പറയേണ്ട സമയമാണ്. എവിടെ നിന്നാണ് പാലന്റിയറിന് ഡാറ്റ ലഭിക്കുന്നത്? ഇതിന് ഞാൻ ബിനീഷ് അരവിന്ദൻ എന്ന എന്നെ തന്നെയാണ് ഇരയാക്കുന്നത്. എൻ്റെ ഡാറ്റ തീർച്ചയായും പാലന്റിയറിന്റെ കൈവശമുണ്ടാകും. അത് എത്തരത്തിലുള്ളതായിരിക്കും? എങ്ങനെയാവും അവർ സംഘടിപ്പിച്ചിട്ടുണ്ടാകുക? പരിശോധിക്കാം. സൈബർ ലോകത്തിൽ എല്ലാ വ്യക്തികളും ഒരു ഡിജിറ്റൽ ട്രെയിൽ അവശേഷിപ്പിക്കും. ഞാനും. അങ്ങനെയാണ് അവർക്ക് എൻ്റെ ഡാറ്റ ലഭിക്കുക. എൻ്റെ ഡാറ്റ ആരംഭിക്കുന്നത് ഐഡന്റിറ്റി ലെയർ എന്ന ആദ്യ പാളിയിലാണ്. പേര് ബിനീഷ് അരവിന്ദൻ. വയസ്സ് 43. തൊഴിൽ ചെറുകിട വ്യവസായ സംരംഭകൻ. കുടുംബം, ഭാര്യയും ഒരു മകളും. ഇതിനെ പാലന്റിയർ ഡാറ്റയുടെ റൂട്ട് നോഡ് എന്ന് വിളിക്കുന്നു. ഇതാണ് വിത്ത്. ഇനി അടുത്ത ഘട്ടത്തിൽ പാലന്റിയർ എൻ്റെ ബന്ധങ്ങൾ അഥവാ കണക്ഷൻസ് ലെയർ ശേഖരിക്കും. എൻ്റെ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. പാസ്പോർട്ട് ടാക്സ് ഫയലിങ്ങുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ടാക്സ് ഫയലിങ്ങുകൾ ബിസിനസ് രേഖകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന എണ്ണമറ്റ സോഫ്റ്റ്വെയറുകളിൽ ഏതെങ്കിലും ഒന്നിന് പാലന്റിയറുമായി ഡാറ്റ കൈമാറ്റം സാധ്യമായിരിക്കും. ഇങ്ങനെ ലഭിക്കുന്ന ഡാറ്റയെയാണ് പാലന്റിയർ എൻറ്റിറ്റി റെസല്യൂഷൻ എന്ന് വിളിക്കുന്നത്.
അടുത്ത ഘട്ടത്തിൽ പാലന്റിയർ എൻ്റെ ഫിനാൻഷ്യൽ വെബ് ലെയർ തയ്യാറാക്കും. എൻ്റെ ചെറുകിട സംരംഭത്തിൽ നിന്നുള്ള ഓരോ ഡിജിറ്റൽ പേയ്മെൻറ്റും, ഓരോ ഇൻവോയ്സും, ഓരോ ബിസിനസ് ഇടപാടും തേർഡ് പാർട്ടി ഡാറ്റാ പ്രോസസ്സറുകളിലൂടെ പാലന്റിയറിന് ലഭിക്കും. ഞാൻ എപ്പോഴാണ് എൻ്റെ സപ്ലയേഴ്സിന് പണം നൽകിയത്, എപ്പോഴാണ് എനിക്ക് സർക്കാർ സബ്സിഡി ലഭിച്ചത്, എത്രയാണ് അസംസ്കൃത വസ്തുക്കൾക്കായി ചെലവഴിച്ചത്. പാലന്റിയറിൻ്റെ സിസ്റ്റം ഇടപാടുകൾ രേഖപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത്, അത് റിഥംസ് എന്ന ഡാറ്റ താളങ്ങൾ കണ്ടെത്താനും പരിശീലിപ്പിക്കപ്പെട്ടതാണ്. ഞാൻ ഓരോ 15 ദിവസത്തിലും മെറ്റൽ ഷീറ്റുകൾ വാങ്ങുകയാണെങ്കിൽ സിസ്റ്റം എൻ്റെ പ്രൊഡക്ഷൻ സൈക്കിൾ പഠിക്കുന്നു. ഒരു മാസം ഷീറ്റ് വാങ്ങൽ നിലച്ചാൽ അത് നിശബ്ദമായൊരു ഫ്ലാഗ് ട്രിഗർ ചെയ്യും, അനോമലി ഡിറ്റക്റ്റഡ്. അപ്പോൾ അത് എൻ്റെ ബിസിനസ്സിനെ അതേ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ളവരുമായി കണക്ട് ചെയ്യും. വിപണിയിൽ ഡിമാൻഡ് ഇല്ലാത്തതിനാലാണോ ഞാൻ ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് കുറച്ചത് എന്നവർ പഠിക്കും. എൻ്റെ ചെറിയ ഫാക്ടറി ഇനി വെറും ഒരു വിലാസമല്ല, അത് പണത്തിലൂടെയും വസ്തുക്കളിലൂടെയും ബന്ധിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ ചെറുകിട വ്യാവസായിക ശൃംഖലയിലെ ഒരു നോഡായി മാറുന്നു. എൻ്റെ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റുകൾ, ഓൺലൈൻ സബ്സ്ക്രിപ്ഷനുകൾ, വൈദ്യുതി ബില്ലുകൾ, ഇവ ഓരോന്നും ചെറുകിട ഇന്ത്യൻ വ്യവസായിയുടെ ജീവിതശൈലിയുടെ പാറ്റേൺ കണ്ടെത്താനുള്ള സൂചനകളാവും. എനിക്കത് ജീവിതമാണ്. ഡാറ്റയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫിനാൻഷ്യൽ ഫിംഗർ പ്രിൻ്റാണ്. മൂന്നാമതായി പാലന്റിയർ എൻ്റെ മെഡിക്കൽ സ്റ്റോറി ലെയർ തയ്യാറാക്കും. എൻ്റെ ആരോഗ്യ ഡാറ്റ, ആശുപത്രി രജിസ്ട്രേഷൻ നമ്പറുകൾ, കുറിപ്പടികൾ, ലാബ് ഫലങ്ങൾ എന്നിവയെല്ലാം അവർ ചോർത്തും, ലീഗലായി തന്നെ. അവ ഒരുമിപ്പിച്ച് എൻ്റെ ബയോളജിക്കൽ ടൈം ലൈൻ രൂപപ്പെടുത്തുന്നു. എൻ്റെ ശരീരം വർഷങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദ ഡയറി. ആശുപത്രിയിലെ ഓരോ സന്ദർശനവും ഒരു പുതിയ എൻട്രി ചേർക്കും. തീയതി, ഡോക്ടർ, രോഗനിർണയം, മരുന്ന്, കുറിപ്പടി. ഞാൻ സ്ഥിരമായി പോകുന്നത് ഏത് ആശുപത്രിയിലാണെന്നും, എൻ്റെ വീട്ടിൽ നിന്ന് എത്ര ദൂരമുണ്ടെന്നും, ദിവസത്തിലെ ഏത് സമയത്താണെന്നും, ഞാൻ ഉപയോഗിച്ച പേയ്മെൻറ്റ് രീതി ഏതാണെന്നും അതിനറിയാം. കഴിഞ്ഞ വർഷം ഞാനൊരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു ഡാറ്റാ പോയിൻ്റാണ്. 6 മാസത്തിന് ശേഷം മറ്റൊന്ന് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിനായി ട്രെൻഡുകൾ താരതമ്യം ചെയ്യാൻ കഴിയും. കൊളസ്ട്രോൾ കൂടുന്നുണ്ടോ, ഷുഗർ ലെവൽ സ്ഥിരമാണോ, പുതിയ മരുന്നുകളുണ്ടോ. യഥാർത്ഥ ലോകത്ത് ഇത് ഡോക്ടർമാർക്ക് രോഗികളെ ചികിത്സിക്കാൻ സഹായിക്കുന്നു. സങ്കല്പത്തിലുള്ള പാലന്റിയർ ലോകത്ത് ഇത് മനുഷ്യൻ്റെ ആരോഗ്യശീലങ്ങളെക്കുറിച്ചുള്ള വലിയൊരു പ്രഹേളികയുടെ ഭാഗമായി മാറുന്നു. മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത പാറ്റേണുകൾ സോഫ്റ്റ്വെയറിന് കാണാൻ കഴിയും. രോഗങ്ങൾ സമീപ പ്രദേശങ്ങളിൽ എങ്ങനെ പടരുന്നു, കാലാവസ്ഥ ആശുപത്രി സന്ദർശനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, ജീവിതശൈലിയും സാമ്പത്തിക ശാസ്ത്രവും എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. ഞാൻ ആ ഡാറ്റയിൽ ഒറ്റയ്ക്കല്ല, മില്യൺ കണക്കിന് പേരിൽ ഒരാളാണ്. നാലാമത്തെ ലെയറിൽ പാലന്റിയർ എൻ്റെ പ്രൊഫഷണൽ ഡൈമെൻഷൻ ഉണ്ടാക്കും. എൻ്റെ പ്രൊഫഷണൽ ഡാറ്റ, ലൈസൻസുകൾ, ഫാക്ടറി രജിസ്ട്രേഷനുകൾ, ജീവനക്കാരുടെ രേഖകൾ, നികുതി ഫയലിങ്ങുകൾ എല്ലാം ഒരു കരിയർ ശൃംഖലയിലെ ചരടുകളായി മാറുന്നു. ഒരു ഡാറ്റ അനലിസ്റ്റിന് ഇതെല്ലാം ജീവിക്കുന്ന ഒരു കഥ പറയും. ഒരു സംരംഭകൻ എങ്ങനെ ഒരു സമൂഹത്തെ നിലനിർത്തുന്നു, പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എങ്ങനെ ശ്വാസമെടുക്കുന്നു, ബിസിനസ് ഡാറ്റ എങ്ങനെ സാമ്പത്തിക ട്രെൻഡുകളുമായി നിശബ്ദമായി ലയിക്കുന്നു, ചെറുകിട വ്യവസായങ്ങളെ രാജ്യങ്ങൾ എങ്ങനെ പിന്തുണയ്ക്കുന്നെന്ന് കാണിക്കുന്ന ഒരു വലിയ സിമുലേഷനാണിത്. ഇന്ത്യക്ക് ഇനി എത്ര കോടി രൂപ വായ്പ നൽകണമെന്ന് വലിയ അന്താരാഷ്ട്ര ബാങ്കുകൾക്ക് വിവരം നൽകുന്ന വലിയൊരു നെറ്റ്വർക്ക് നോഡിന്റെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച വിലയിരുത്തുന്ന മീറ്ററിലെ ഒരു കണ്ണി. അഞ്ചാമതായി പാലന്റിയർ എൻ്റെ സോഷ്യൽ യൂണിവേഴ്സ് ലെയർ രൂപപ്പെടുത്തും. ഞാൻ നിർമ്മിച്ച ലോകം, ഫേസ്ബുക്ക് പോസ്റ്റുകൾ, യൂട്യൂബ് ഹിസ്റ്ററി, ഇൻസ്റ്റാഗ്രാം ഫോട്ടോകൾ, വാട്സപ്പ് ചാറ്റുകൾ, ലിങ്ക്ഡിൻ അപ്ഡേറ്റുകൾ, ട്വീറ്റുകൾ, ലൈക്കുകൾ, ഫോളോകൾ, കമൻറ്റുകൾ. ഓരോ ക്ലിക്കും ഒരടയാളം അവശേഷിപ്പിക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആരോടാണ് ഇടപഴകുന്നത്, ഏത് വിഷയങ്ങളാണ് എന്നെ ആവേശം കൊള്ളിക്കുന്നത്, ഏത് സ്ഥലങ്ങളിലാണ് ഞാൻ ചെക്ക് ഇൻ ചെയ്യുന്നത്, എപ്പോഴാണ് ഓൺലൈനിൽ വരുന്നത്, സാമൂഹിക വലയം എങ്ങനെയാണ് വികസിക്കുന്നത് എന്നെല്ലാം അത് കാണുന്നു. ആറാമതായി പാലന്റിയർ എൻ്റെ എൻവയോൺമെൻറ്റൽ ഡാറ്റ തയ്യാറാക്കും. എൻ്റെ GPS ഡാറ്റയടക്കം പഠിച്ച് എന്നെ ഒരു മൂവിംഗ് പൾസ് ഡാറ്റ പോയിൻ്റാക്കി അത് മാറ്റും. ഏഴാമതാണ് പാലന്റിയറിൻ്റെ ദ വെബ് ഓഫ് എവരിതിങ് ലെയർ. ബിഹേവിയർ, പ്രോബബിലിറ്റി, റിസ്ക്, പൊട്ടൻഷ്യൽ എന്നിവയാണ് ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. എൻ്റെ എക്സ്പെൻസ് പെട്ടെന്ന് വർദ്ധിക്കുകയാണെങ്കിൽ, സോഷ്യലൈസിംഗ് കുറയുകയാണെങ്കിൽ, ആശുപത്രി സന്ദർശനങ്ങൾ കൂടുകയാണെങ്കിൽ സിസ്റ്റം ആ മാറ്റങ്ങൾ തൽക്ഷണം കാണുന്നു. എന്തുകൊണ്ട് എന്ന് അതിനറിയില്ല, പക്ഷേ എന്തോ മാറിയെന്ന് അതിനറിയാം. അതാണ് ഡാറ്റയെ ശക്തമാക്കുന്നത്, വസ്തുതകളല്ല, മറിച്ച് അവ തമ്മിലുള്ള പാറ്റേണുകൾ. എട്ടാം ഘട്ടത്തിൽ പാലന്റിയർ എൻ്റെ പ്രെഡിക്റ്റീവ് മിറർ തയ്യാറാക്കും. എൻ്റെ ശീലങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഡിജിറ്റൽ പതിപ്പ്. ഞാൻ സാധാരണയായി എല്ലാ മാസവും 10-ാം തീയതിക്ക് മുമ്പ് വിതരണക്കാർക്ക് പണം നൽകുകയാണെങ്കിൽ അതാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് നൽകാതിരുന്നാൽ സിസ്റ്റം അത് ശ്രദ്ധിക്കുന്നു. എൻ്റെ ഹെൽത്ത് ഡാറ്റ സെറ്റ് പെട്ടെന്ന് ആക്റ്റീവ് ആകുന്നു. ദ എത്തിക്കൽ ഷാഡോ, ഹ്യൂമൻ എലമെൻറ്റ്സ്, ദ ഇൻവിസിബിൾ ആർക്കൈവ്. ഇങ്ങനെ ആവശ്യമാണെങ്കിൽ എൻ്റെ നിരവധി ഡാറ്റ സെറ്റുകൾ പാലന്റിയർ ഉണ്ടാക്കും. 30 ലക്ഷം കോടി രൂപ മൂല്യമുള്ള അതിൻ്റെ ബിസിനസ് അതാണ്. അവിടെ ഞാനാണ് അസംസ്കൃത വസ്തു. 2016 എയർബസുമായി പാലന്റിയർ കരാർ ഒപ്പിട്ടു. തങ്ങളുടെ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് വിമാനങ്ങളും അതിൻ്റെ മില്യൺ കണക്കിന് സ്പെയർ പാർട്സും അന്തമില്ലാത്ത മെയിൻ്റനൻസ് ഡാറ്റയും സംയോജിപ്പിക്കാനുള്ള ഒരു കരാർ. എയർബസ് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കമ്പനി കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് പ്രധാന കാരണക്കാർ പാലന്റിയറാണ്. പാലന്റിയർ തയ്യാറാക്കിയ എയർബസ് ഡാറ്റ പ്ലാറ്റ്ഫോമിൽ വിമാനങ്ങൾ തകരാറിലാവുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ചുള്ള പ്രഡിക്ഷൻ മോഡലുകൾ പ്രത്യക്ഷപ്പെട്ടു. മുംബൈയിൽ എയർ ഇന്ത്യയുടെ ഒരു എയർബസ് വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയറിലുള്ള ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ വാൽവ് മാറ്റണമെങ്കിൽ
അക്കാര്യം എയർബസിന് 3 മാസം മുമ്പേ അറിയാൻ സാധിക്കും. സിംഗപ്പൂർ എയർലൈൻസിന്റെ A380 വിമാനത്തിന്റെ അനിമോമീറ്ററുകൾക്കും സെൻസറുകൾക്കും ശക്തി കുറഞ്ഞു തുടങ്ങിയെന്ന് അത് മാസങ്ങൾക്ക് മുമ്പേ കണ്ടുപിടിക്കും. എയർബസിന് ഇത്തരം പാർട്സുകൾ തയ്യാറാക്കി നിർത്തി എയർലൈനുകളെ വിവരമറിയിക്കാം. അത്തരമൊരു ഡാറ്റ കമ്പൈലിംഗ് ആണ് പാലന്റിയർ അവിടെ സാധ്യമാക്കിയത്. യഥാർത്ഥത്തിൽ അത് സിവിൽ ഏവിയേഷന്റെ രണ്ടാം പിറവിയായിരുന്നു. 2016 തന്നെ പാലന്റിയർ ഡാറ്റയുടെ മറ്റൊരു രാവണൻ കോട്ടയിലേക്ക് കടന്നു ചെന്നു. ഫാർമസ്യൂട്ടിക്കൽ ഭീമനായ മെർക്കിന്റെ ഡാറ്റാബേസ്. മെർക്കിന്റെ R&D ലാബുകളിൽ പതിറ്റാണ്ടുകളായി പലയിടത്തായി ചിതറിക്കിടക്കുന്ന റിസർച്ച് ഡാറ്റ, മരുന്ന് പരീക്ഷണങ്ങളുടെ ട്രയൽ ഡാറ്റ, മോളിക്കുലാർ ഡാറ്റ എന്നിവ പരസ്പരം ബന്ധിപ്പിക്കുക. പാലന്റിയർ ഈ ഡിജിറ്റൽ ഭൂപടം വിജയകരമായി നിർമ്മിച്ചു. പിന്നീട് മെർക്കിലും അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പുതിയ മരുന്നുകളുടെ കണ്ടെത്തൽ വെറുമൊരു ലാബ് പ്രക്രിയ അല്ലാതായി. അതൊരു ഡാറ്റ പര്യവേഷണമായി. മരുന്ന് ഗവേഷകർക്ക് അത് അസ്വസ്ഥതയുണ്ടാക്കുന്നതായിരുന്നു. ഒരു യന്ത്രം ജീവശാസ്ത്രത്തിന്റെ രഹസ്യ ഭാഷ പഠിക്കാൻ തുടങ്ങിയതുപോലെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. ഇന്നും 5 വൻകിട ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേറ്റുകളിൽ പാലന്റിയർ ഈ പ്രക്രിയ തുടരുന്നു. കോടിക്കണക്കിന് ഡോളർ ലാഭമുണ്ടാക്കി കൊടുക്കുന്നു. 2017 പാലന്റിയറിലെ നിക്ഷേപകനായിരുന്ന കോടീശ്വരൻ മാർക്ക് അബ്രമോവിച്ച് കമ്പനിക്കെതിരെ തിരിഞ്ഞു. തന്റെ സ്വകാര്യ ടീം സൃഷ്ടിച്ച ഒരു ഡാറ്റ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം പാലന്റിയർ മോഷ്ടിച്ചെന്നാണ് മാർക്ക് അബ്രമോവിച്ച് ആരോപിച്ചത്. അതേ വർഷം പാലന്റിയർ ഇന്നും നീറിപ്പുകയുന്ന അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്ന് നേരിട്ടു. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്ന ICE രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ ട്രാക്ക് ചെയ്യാനും നാടുകടത്താനും പാലന്റിയറിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. സ്വകാര്യത സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത പാലന്റിയർ നുണ പറയുകയായിരുന്നുവെന്ന് CNN ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ആരോപിച്ചു. പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. മനുഷ്യാവകാശ പ്രവർത്തകർ പാലന്റിയറിനെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ദുരന്തമെന്നാണ് വിശേഷിപ്പിച്ചത്. അമേരിക്കയിൽ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയം തന്നെ അറ്റ്ലാന്റിക്കിന്റെ മറുകരയിൽ യൂറോപ്യൻ ഹാർട്ട്ലാൻഡിൽ പാലന്റിയർ വേരുറപ്പിച്ചിരുന്നു. UK നാഷണൽ ഹെൽത്ത് സർവീസ് എന്ന NHS പാലന്റിയറിന്റെ ക്ലയന്റായി. ദശലക്ഷക്കണക്കിന് രോഗികൾ, ലാബ് ടെസ്റ്റ് ഫലങ്ങൾ, ആശുപത്രി രേഖകൾ, ആംബുലൻസ് മൂവ്മെന്റ് എന്നിവ ദിവസവും NHS സിസ്റ്റങ്ങളിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ആശയക്കുഴപ്പത്തിലായിരുന്ന ഡാറ്റ സെർവറുകളെ പാലന്റിയറിന്റെ കോഡുകൾ ക്രമപ്പെടുത്തി. 2018 സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വികസിപ്പിക്കുന്ന ഗവേഷണ പദ്ധതികളിൽ പാലന്റിയർ സജീവമായി. ആപ്പിൾ കാർ, ഗൂഗിൾ ബിഗ് ഡാറ്റ എന്നിവയുമായെല്ലാം ചേർന്ന് പ്രവർത്തിച്ചു. ഓരോ സെൽഫ് ഡ്രൈവിംഗ് കാറും നൽകുന്ന ഡാറ്റ പ്രോസസ് ചെയ്തത് പാലന്റിയർ ആയിരുന്നു. റഡാർ, ക്യാമറകൾ, സെൻസറുകൾ, GPS എന്നിവയുടെ ഡാറ്റയെല്ലാം ഇതിനായി ഉപയോഗിച്ചു. പിന്നീട് കാറുകൾക്ക് അപകടം കൂടാതെ ഓടാൻ ഈ സെൽഫ് ലേണിംഗ് ഡാറ്റ ഉപയോഗിച്ചു. ആപ്പിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, OpenAI തുടങ്ങിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭീമന്മാർ വേരുറപ്പിക്കുന്നതിന് മുൻപേ കൃത്രിമ ബുദ്ധിയെ അതിന്റെ അങ്ങേയറ്റം ഉപയോഗക്ഷമമാക്കിയ കമ്പനിയായിരുന്നു പാലന്റിയർ. 2018 ലോകത്തിലെ ഒട്ടുമിക്ക AI കോർപ്പറേറ്റുകളുടെയും നട്ടെല്ല് പാലന്റിയർ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് അവർ 30 ലക്ഷം കോടി രൂപ മൂല്യത്തിലെത്തിയത്. 2020 ലോകം COVID-19 മഹാമാരിയിലേക്ക് പതുക്കെ മുങ്ങി താഴുമ്പോൾ പാലന്റിയർ സിലിക്കൺ വാലി വിട്ടു. അവർ ആസ്ഥാനം കാലിഫോർണിയയിലെ പാലോ ആൾട്ടോയിൽ നിന്ന് കൊളറാഡോയിലെ ഡെൻവറിലേക്ക് മാറ്റി. ആ സന്ദേശം വ്യക്തമായിരുന്നു. വാലിയുടെ ബഹളം നിറഞ്ഞ ആദർശവാദപരമായ ടെക് സംസ്കാരത്തിൽ നിന്ന് പാലന്റിയർ അകലം പാലിക്കുകയാണ്. അതേസമയം ഡെഡ്ലി കോംബോകൾ പാലന്റിയർ വികസിപ്പിച്ചുകൊണ്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്ററായ ബ്ലാക്ക് റോക്ക് പാലന്റിയറിലേക്ക് പണമൊഴുക്കി. വലിയ നിക്ഷേപകനായി. ബ്ലാക്ക് റോക്ക് പാലന്റിയറിന്റെ ക്ലയന്റുമായി. അവസാനമില്ലാത്ത പണവും അന്തമില്ലാത്ത ഡാറ്റയും ചേർന്ന് ഈ കോംബോ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അപ്പോഴും പാലന്റിയർ CEO അലക്സ് കാർപ്പ് ടെക് ബില്യണയർമാർക്ക് യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ടുവെന്നാണ് വിമർശിച്ചത്. പാലന്റിയർ രാജ്യത്തിന്റെ ഹൃദയത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുമെന്നും കോടീശ്വരന്മാരുടെ ബബിളുകളിൽ പെടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2020 വരെയുള്ള 17 വർഷം ആ കമ്പനിയിൽ ആരുടെയെല്ലാം പണമുണ്ടെന്നോ അതിന്റെ ലാഭം ആർക്കൊക്കെ വീതിക്കപ്പെടുന്നുണ്ടെന്നോ ലോകത്തിന് ഒരു പിടിയുമില്ലായിരുന്നു. 2020 സെപ്റ്റംബറിൽ അത് മാറി. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ PLTR എന്ന ടിക്കറിൽ പാലന്റിയർ IPO നടത്തി. അതിന്റെ ആദ്യ ഷെയർ വില ഒന്നിന് $10 ആയിരുന്നു. 21 ബില്യൺ വിപണി മൂല്യം. ഈ ലിസ്റ്റിംഗിനും പ്രത്യേകതയുണ്ടായിരുന്നു. ഇതൊരു പരമ്പരാഗത ലിസ്റ്റിംഗ് അല്ല, ഒരു IPO പോലുമല്ല, മറിച്ച് ഒരു ഡയറക്റ്റ് ലിസ്റ്റിംഗ് ആയിരുന്നു. ബാങ്കർമാരില്ല, റോഡ് ഷോകളില്ല. കമ്പനി അവർക്കിഷ്ടമുള്ളവർക്ക് മാത്രം ഷെയറുകൾ നൽകും. ഓരോ വർഷവും പണം 100 ഇരട്ടിയാക്കുന്ന ഈ അത്ഭുത കമ്പനിയിലേക്ക് പക്ഷേ നിക്ഷേപകർ ഇരച്ചെത്തി. ഓഹരികൾ സ്വന്തമാക്കാൻ തെരുവുയുദ്ധം വരെ നടന്നു. കോവിഡ് മഹാമാരിക്കിടയിലും 2020 അവസാനിക്കുമ്പോൾ പാലന്റിയർ ഓഹരിയുടെ വില $26 2021 അത് അതേ വിലയിൽ സ്ഥിരത പാലിച്ചു. 2022 ഓഹരി വില മൂക്കുകുത്തി താഴെ പോയി. ഓഹരി ഒന്നിന് $7 താഴെ മാത്രം. 2023 ഓഹരി വില $17.5 2024 ഓഹരി വില കുത്തനെ ഉയർന്ന് $76 ക്ലോസ് ചെയ്തു. ഇന്ന് ഇത് എഴുതുന്ന ദിവസം ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പാലന്റിയറിന്റെ ഒരു ഓഹരിയുടെ വില $183. വിപണി മൂല്യം 30 ലക്ഷം കോടി രൂപ. ഓഹരി വാങ്ങിയവരെല്ലാം കോടീശ്വരന്മാരാക്കി പാലന്റിയർ യാത്ര തുടരുന്നു.
പലാൻഡിയറും ഇസ്രായേലും മറ്റൊരു ഡെഡ്ലി കോംബോയാണ്. സ്വന്തം ടെറിട്ടറി സംരക്ഷിക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഇസ്രായേലും പ്രതിരോധത്തിന് വേണ്ടി ഡാറ്റ അനലിറ്റിക്സിന്റെ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള പലാൻഡിയറും അവിടെ ചെയ്യുന്നത് എന്താണെന്നത് അങ്ങേയറ്റം ദുരൂഹവും പേടിപ്പെടുത്തുന്നതുമാണ്. 2024 ജനുവരി 17 പലാൻഡിയർ സ്ഥാപകരായ പീറ്റർ തീലും അലക്സ് കാർപ്പും ടെൽ അവീവിലേക്ക് പറന്നതായി പ്രൈവറ്റ് ജെറ്റ് ഫ്ലൈറ്റ് ഡാറ്റ കാണിക്കുന്നു. റഷ്യൻ ഇന്റലിജൻസ് ഏജൻസികൾ ഇവരെ ട്രാക്ക് ചെയ്തപ്പോൾ വ്യക്തമായത് ഇസ്രായേലിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആൻഡ് ഡിഫൻസ് റിസർച്ച് എന്ന മാഫാറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം ഇരുവരും ചർച്ചകൾ നടത്തിയെന്നാണ്. അന്ന് അവിടെ ഒരു കരാർ രൂപം കൊണ്ടു. പ്രെഡിക്റ്റീവ് പോലീസിംഗും സർവീലിയൻസുമായിരുന്നു ഉൽപ്പന്നങ്ങൾ. നിരീക്ഷിക്കപ്പെട്ടത് വെസ്റ്റ് ബാങ്കും ഗാസയും ഹമാസും പിന്നെ അതിർത്തികൾ തിരിച്ചറിയാൻ പോലും അറിവ് വെക്കാത്ത പിഞ്ചു കുഞ്ഞുങ്ങളും. പലസ്തീൻ പ്രദേശത്തെ സാധാരണക്കാരുടെ ജീവിതം മുഴുവൻ സർവീലിയൻസിലായി. ഇവർക്ക് ഹമാസ് നേതാക്കളുമായുള്ള ബന്ധം ചികയലായിരുന്നു പലാൻഡിയറിന്റെ പ്രധാന ജോലി. പലസ്തീൻകാരുടെ ഫോൺ കോളുകൾ, GPS ഡാറ്റ, സോഷ്യൽ മീഡിയ എന്നിവയെല്ലാം പലാൻഡിയർ ഇപ്പോഴും നിർബാധം ട്രാക്ക് ചെയ്യുന്നു. ആക്രമിക്കപ്പെടേണ്ട, ബോംബിടേണ്ട പ്രദേശങ്ങളെക്കുറിച്ച് ഇസ്രായേലി ആർട്ടിലറിക്കും IDFനും ഈ ഡാറ്റ വിവരം നൽകുന്നു. 2024 ഇസ്രായേൽ ആദ്യമായി പാലൻഡിയറിന്റെ ക്ലയന്റ് ആയത്. 2014 മുതലുള്ള ബന്ധമാണത്. യൂറോപ്പിലെ ഹമാസ് നേതാക്കളെ മാപ്പ് ചെയ്യാൻ ഇസ്രായേൽ പാലൻഡിയറിന്റെ ഡാറ്റ അനലിറ്റിക്സ് ടൂളുകൾ ഉപയോഗിച്ചിരുന്നു. ഖത്തർ, സൗദി അറേബ്യ, UAE, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ എല്ലാം ഹമാസ് അനുകൂല ഇടപാടുകൾ പാലൻഡിയർ ട്രാക്ക് ചെയ്യുന്നത് ഇസ്രായേലിന് വേണ്ടിയാണ്. 2015 പാലൻഡിയർ ടെൽ അവീവിൽ ഓഫീസ് തുറന്നു. 2024 പാലൻഡിയർ ടെക്നോളജീസിന്റെ ബോർഡ് മീറ്റിംഗ് നടന്നത് പോലും ടെൽ അവീവിലാണ്. ഇസ്രായേലികളുടെ കൈവശമുള്ള പണത്തിന് തങ്ങൾ എന്തുമാത്രം വില മതിക്കുന്നുവെന്ന പാലൻഡിയറിന്റെ പ്രഖ്യാപനമായിരുന്നു അത്. ടെൽ അവീവിൽ ബോർഡ് മീറ്റിംഗ് നടത്തിയതിൽ പ്രതിഷേധിച്ച് ചില ഡയറക്ടർമാർ സ്ഥാനമൊഴിഞ്ഞതായും ജീവനക്കാർ രാജിവെച്ചതായും വാർത്തകളുണ്ടായിരുന്നു. ഇസ്രായേലിനോടുള്ള സൗഹൃദവും ഡാറ്റ കൈമാറ്റവും ശക്തമായതോടെ പാലൻഡിയറിലെ പ്രമുഖ നിക്ഷേപകരായ നോർവീജിയൻ ഇൻവെസ്റ്റ്മെന്റ് ഫേം സ്റ്റോറി ബ്രാൻഡ് ധാർമ്മികവും നിയമപരവുമായ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി പാലൻഡിയറിലെ തങ്ങളുടെ നിക്ഷേപം പിൻവലിച്ചു. പിന്നീട് പലപ്പോഴായി ലോകം പാലൻഡിയറിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇസ്രായേലിലെ ഏതെല്ലാം സൈനിക യൂണിറ്റുകളാണ് പാലൻഡിയറിന്റെ ഡാറ്റ സെർവറുകൾ ഉപയോഗിക്കുന്നത്? നഗരപ്രദേശങ്ങളോ സംഘർഷ മേഖലകളോ അതിർത്തി പ്രദേശങ്ങളോ എവിടെയാണ് ഇത് ഉപയോഗിക്കുന്നത്? മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയാനുള്ള സെക്യൂരിറ്റി പ്രോട്ടോകോളുകൾ എന്തൊക്കെയാണ്? ഡാറ്റ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ആരെല്ലാം ഇതിൽ ലോഗിൻ ചെയ്യുന്നു? ആരാണ് ഡാറ്റ സൂപ്പർവൈസ് ചെയ്യുന്നത്? ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് മേൽ ബോംബിടാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജിക് ബോംബിംഗ് സർവേയുടെ ഭാഗമായി പാലൻഡിയറിന്റെ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ടോ? അലക്സ് കാർപ്പ് ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. 2025 പാലൻഡിയറിന് സ്വപ്ന പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് NGC-2 എന്ന നെക്സ്റ്റ് ജനറേഷൻ കമാൻഡ് ആൻഡ് കൺട്രോൾ. ലോകത്തെ പ്രധാന പ്രതിരോധ സാങ്കേതിക സ്ഥാപനങ്ങളുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ കമാൻഡ് ശൃംഖലയാണിത്. എങ്കിലും 2025 ഒക്ടോബറിൽ ഒരു ഇന്റേണൽ US ആർമി മെമ്മോ ഈ സിസ്റ്റത്തെ പൊട്ടൻഷ്യലി ഡേഞ്ചറസ് എന്ന് വിശേഷിപ്പിച്ചു. സുരക്ഷാ പിഴവുകൾ, മനസ്സിലാക്കാനേറെ പ്രയാസമുള്ള കോഡിംഗ്, ആക്സസ് കൺട്രോളിലെ ദുർബലതകൾ എന്നിവയാണ് കാരണമായി ഉദ്ധരിച്ചത്. ന്യൂക്ലിയർ റിയാക്ടർ നിർമ്മാണത്തിനായി ഒരു AI സിസ്റ്റം നിർമ്മിക്കുന്നതിന് 2025 പാലൻഡിയർ പദ്ധതി വികസിപ്പിക്കുന്നുണ്ട്. 2025 പാലൻഡിയറിന്റെ വരുമാനത്തിന്റെ 40% സംഭാവന ചെയ്യുന്നത് വൻകിട കോർപ്പറേറ്റുകളാണ്. ബോയിങ്, എയർബസ് തുടങ്ങിയ കമ്പനികളുമായുള്ള എയറോസ്പേസ് പങ്കാളിത്തം, എനർജി ഇൻഫ്രാസ്ട്രക്ചർ, AI, ഹെൽത്ത് കെയർ, ഫിനാൻസ് ആൻഡ് ബാങ്കിംഗ്, ഇൻഷുറൻസ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ എന്നിവയെല്ലാം പാലൻഡിയറിന്റെ കറവപ്പശുക്കളാണ്. ഇതിനിടെ സഹസ്ഥാപകർ പാലൻഡിയർ ഓഹരികളുടെ വലിയ ബ്ലോക്കുകൾ ഒരുമിച്ച് വിറ്റത് നിക്ഷേപകരുടെ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട്. 2025 ഏപ്രിലിൽ സ്റ്റീഫൻ കോഹൻ തന്റെ കൈവശമുള്ള 2 ബ്ലോക്ക് ഓഹരികൾ $69 മില്യൺ വിറ്റിരുന്നു. പാലൻഡിയറിൻ്റേത് ഊതി വീർപ്പിച്ച മൂല്യമാണോ എന്ന് അനലിസ്റ്റുകൾ ഇപ്പോഴും ചർച്ച ചെയ്യുകയാണ്. അതിന്റെ വരുമാനത്തേക്കാൾ വളരെ ഉയർന്ന മൂല്യം കണക്കിലെടുക്കുമ്പോൾ ഇത് ഓവർ റേറ്റഡ് ആകാൻ സാധ്യതയുണ്ടെന്ന് ദി ഇക്കണോമിസ്റ്റ് അഭിപ്രായപ്പെടുന്നു. ഈ സ്റ്റോറിയുടെ ആദ്യം പറഞ്ഞത് അവസാനവും ആവർത്തിക്കുന്നു. അവർ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയും നിരീക്ഷിക്കാൻ ആരംഭിക്കണം. അത് വൈകരുത്. എന്നാലും നമ്മൾ ചെയ്യുന്ന പ്രതിരോധ പ്രവർത്തനവും പാലൻഡിയർ കാണുന്നുണ്ടാവും. കാരണം അവർ ഭാവി പ്രവചിക്കുന്നവരാണ്. എന്ത് കാര്യവും സംഭവിക്കുന്നതിന് വളരെ മുമ്പേ അറിയുന്നവരാണ്.